നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോണത് നമ്മുടെ പാലക്കാടിലെ മേനോൻ പാറ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. ഇന്ന് കാണാൻ വേണ്ടി പോണ വീട് ഈ വീടാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടി നല്ലൊരു ലേഔട്ട് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് വരുന്ന വഴി. ഇത് വന്നിട്ട് പുതിയൊരു കോളനിയാണ്. നമ്മുടെ പാലക്കാട്ടിലെ മേനോൻ പാറ ഭാഗത്താണ് നമ്മുടെ ഈ സ്ഥലം വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത്. അതായത് പാലക്കാട്ടിൽ നിന്ന് നമ്മുടെ കോയമ്പത്തൂർ പോണ വഴിയിൽ കഞ്ചിക്കോട് വന്നിട്ട് കഞ്ചിക്കോട് നിന്ന് ഏകദേശം ഒരു 6-7 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് നമുക്കിവിടെ വരിക. ഇതിൽ മൊത്തം വന്നിട്ട് 7.5 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിലുള്ള 2 ബെഡ്റൂം ഹാള് കിച്ചനായിട്ടുള്ള വീടാണ് ഞാൻ വന്ന് പരിചയപ്പെടുന്ന വീട്. അധികം പഴക്കമൊന്നും ആയിട്ടില്ല. വെറും ഒരു 3 മാസം മാത്രമേ പഴക്കമായിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് വന്നിട്ട് വീട് വരുന്നത്. ഇവിടെ ഒരു ചെറിയ ഗേറ്റും ഇപ്പുറത്ത് വന്നിട്ട് വലിയൊരു ഗേറ്റും കൂടി വരുന്നുണ്ട്. നമ്മുടെ ഈ വീടിൻ്റെ ഈ സൈഡിൽ കൂടെ വരുന്ന സമയത്ത് ഇത്രയ്ക്കും നല്ല രീതിക്കുള്ള എംപ്റ്റി സ്പേസ് ധാരാളമുണ്ട്. ഇവിടെ വന്നിട്ട് കാറൊന്നും നിർത്തുന്നത്ര നല്ല രീതിക്കുള്ള ഷീറ്റ് കാര്യങ്ങളെല്ലാം മുകൾ ദിവസം ഇട്ട് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ഗാർഡനിങ് വെക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇത്രയ്ക്കും സ്പേസ് ഉള്ളത് കൊണ്ട് നല്ല രീതിയിലുള്ള ഗാർഡനിങ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയും. പച്ചക്കറിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ധാരാളം വെക്കാൻ പറ്റും. ഈ ഭാഗത്ത് ഈ ഫൗണ്ടേഷനൊക്കെ കണ്ടറിയാം. 4 ഭാഗത്തും നല്ല രീതിക്കുള്ള ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് നല്ല രീതിക്കുള്ള ബെൽറ്റൊക്കെ വാർത്തിട്ടാണ് നമുക്ക് വന്നിട്ട് ഈ മതിലും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീട് ഫേസ് ചെയ്യുന്നത് വന്നിട്ട് പടിഞ്ഞാറ് ഫേസാണ്. മൊത്തം വന്നിട്ട് ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് നമ്മുടെ വീട്. അതേപോലെ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഇവിടെയും ഇത്രയ്ക്കും വലിയ രീതിക്കുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. ഇവിടെ പഞ്ചായത്തിൻ്റെ വാട്ടറിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ബോർവെള്ളം ഉണ്ട്. കൂടാതെ ഇവിടെ തന്നെ ഒരു 2000 ലിറ്ററിൻ്റെ ടാങ്ക് വെച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ വാട്ടർ കിട്ടുന്ന രീതിക്ക്. പിന്നെ മുകളിൽ ഒരു 1000 ലിറ്ററിൻ്റെ വേറെ ടാങ്കും വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ യാതൊരു പ്രശ്നവുമില്ലാതെ നല്ലൊരു ഏരിയയാണ്. കാമൺ ക്വൈറ്റായിട്ട് താമസിക്കാൻ പറ്റിയ ഏരിയയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ എൻട്രൻസ് ഭാഗമായിട്ട് വരുന്നത്. കയറി വന്ന വഴിക്ക് നല്ല രീതിക്കുള്ള സിറ്റ് ഔട്ടും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഡോറായിട്ട് വരിക. റെഡിമെയ്ഡ് ഡോറാണ്, കമ്പനി ഡോറാണ്. ഒരിക്കൽ ലാക്ക് ചെയ്താൽ 5 പ്രാവശ്യം ലാക്കാകുന്ന രീതിക്കുള്ള ഒരു ഡോറാണ് നമുക്ക് വന്നിട്ട് ഉള്ളത്. ഇതാണ് നമ്മുടെ ഹാള്. നല്ല രീതിക്കുള്ള ഒരു ഹാളാണ്. ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ ബെസ്റ്റായിരിക്കും. ഈ ഭാഗത്ത് എല്ലാ ഭാഗത്തും ജനലിലൊക്കെ നല്ല രീതിക്കുള്ള സ്ക്രീനും കാര്യങ്ങളും എല്ലാം തൊട്ടിട്ടുണ്ട്. എല്ലാ ജനലിലും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. വിൻഡോസൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഫുൾ മെറ്റലിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരിക്കലും ചതൽ കയറാൻ പാടില്ല പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ ഹാള് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെയാണ് നമുക്ക് ഡൈനിങ് റൂം ഉള്ളത്. നല്ല രീതിക്കുള്ള ഒരു ഡൈനിങ് സ്പേസാണ്. ഇവിടെ വന്നിട്ട് മുകളിൽ കയറാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളെല്ലതും ഈ ഭാഗത്ത് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. 2 ബെഡ്റൂമാണ് ഉള്ളത്. 2 ബെഡ്റൂമും ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഈ ഭാഗത്തൊരു ബെഡ്റൂമും ഇപ്പുറത്തൊരു ബെഡ്റൂമും. ഫ്യൂച്ചറിൽ മേലേക്ക് റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റെയർകേസൊക്കെ ഉള്ളിലുള്ളത് കൊണ്ട് ധാരാളം റൂം എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമായിട്ട് ഈ ഭാഗത്തുള്ള ബെഡ്റൂമിനെ കാണാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. നല്ല വൃത്തിയുള്ള ഡീസൻ്റായിട്ടുള്ള ബെഡ്റൂമാണ്. വീട് ഒന്നും അധികം പഴക്കമൊന്നുമില്ലല്ലോ. ആകെ 3 മാസം മാത്രമേ പഴക്കമുള്ളൂ. അതുകൊണ്ട് നന്നായിട്ടുണ്ട്. ഇത് ബെഡ്റൂമിൻ്റെ അറ്റാച്ച് ബാത്റൂമാണ്. ഈ ഭാഗത്ത് സെക്കൻഡ് ബെഡ്റൂം ഉണ്ട്. എല്ലാ ഭാഗത്തും ഓരോ റൂമിലേക്കും ഇങ്ങനെ സ്ക്രീൻസൊക്കെ നന്നായിട്ട് അവരൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് 2ാമത്തെ ബെഡ്റൂമാണ്. എല്ലാ റൂംസിലും ലാഫ്റ്റിംഗ് സ്പേസൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച് ബാത്റൂമാണ്. ഇവിടെ ഡൈനിങ് ടേബിൾ നന്നായിട്ടാണ് ഉള്ളത്. ഒരു 4 പേർക്ക് 5 പേർക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥല സൗകര്യമുണ്ട്. ഇതാണ് നമുക്ക് കിച്ചൺ ഭാഗമായിട്ട് വരുന്നത്.
നമുക്ക് വന്നിട്ട് കിഴക്ക് വടക്ക് ഭാഗത്താണ് നമ്മുടെ കിച്ചൺ വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം എല്ലാ ഭാഗത്തും കബോർഡ്സും കാര്യങ്ങളില്ലതും നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളം വന്നിട്ട് ബോർ വെള്ളമുണ്ട്, പഞ്ചായത്ത് വാട്ടറും ഉണ്ട്, വാട്ടർ പ്യൂരിഫയർ കാര്യങ്ങളും എല്ലതും വെച്ചിട്ടുണ്ട്. അതേപോലെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു വർക്ക് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബോർവെൽ പോയിന്റും കാര്യങ്ങളെല്ലതും ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ വിൻഡോസിലും ഈ മസ്കിറ്റോ മാറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഇത്രയ്ക്കും സ്പേസ് ഉണ്ട്. ഇത് കൂടാതെ ഈ ഭാഗത്ത് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ രീതിക്കുള്ള ഒരു ബാത്റൂം വന്നിട്ട് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് പുതിയ വീടുകളൊക്കെ നിറയെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു കോളനിയാണ്. മേനോൻപാറ ജംഗ്ഷൻ നിന്ന് ഇതുവരെ കറക്റ്റ് ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഉള്ളത്. അതുപോലെ നമുക്ക് വന്നിട്ട് മുകളിൽ റൂം വേണമെന്നുണ്ടെങ്കിലും റൂം എടുക്കാൻ പറ്റിയ രീതിക്കുള്ള സൗകര്യം ഇവിടെയുണ്ട്. നല്ല രീതിക്കുള്ള ഹാൻഡ് റെയിലും വെച്ചിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത്. ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഡൈനിങ് ടേബിളൊക്കെ ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല രീതിക്കുള്ള ഇരുമ്പ് ഡോറും കൊടുത്തിട്ടുണ്ട്. മുകളിൽ വരുന്ന സമയത്ത് ഇത്രയ്ക്കും നല്ല രീതിക്കുള്ള ഓപ്പൺ സ്പേസ് ഉണ്ട്. തൊട്ടടുത്തൊക്കെ നിറയെ വീടുകളൊക്കെ ഉണ്ട്. പുതിയ വീടുകളൊക്കെ ധാരാളം വന്നുകൊണ്ടിരിക്കുന്ന ഏരിയയാണ്. ഈ ഭാഗത്തും ഫ്രണ്ടേജ് ഇത്രയ്ക്കും സ്പേസ് ഉണ്ട്. ഈ മുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്കും കാര്യങ്ങളും എല്ലതും വെച്ചിട്ടുണ്ട്. നല്ല കാറ്റും വെളിച്ചം എല്ലതും ഉള്ള നല്ലൊരു കോളനിയാണ് ഈ കോളനി. അപ്പോൾ ഞമ്മ പരിചയപ്പെട്ട ഈ വീടിൻ്റെ ഉടമസ്ഥൻ വന്നിട്ട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവരൊന്ന് കോയമ്പത്തൂരിൽ സെറ്റിലാകാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് ഈ പ്രോപ്പർട്ടി അവരൊന്ന് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. മൊത്തം വന്നിട്ട് 7.5 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ ഏകദേശം ഒരു 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 2 ബെഡ്റൂം ഹാള് കിച്ചണായിട്ടുള്ള നല്ല വൃത്തിയുള്ള ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വീടാണ് നമ്മുടെ ഈ വീട്. നമ്മുടെ ഈ സ്ഥലം വന്നിട്ട് നമ്മുടെ പാലക്കാടിലെ മേനോൻപാറ ഭാഗത്താണ്. മേനോൻപാറയിൽ നിന്ന് ഇവിടേക്ക് വന്നിട്ട് ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഉണ്ടാകുക. അതേപോലെ പാലക്കാട് ടൗണിൽ നിന്ന് ഇവിടേക്ക് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 12-13 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാകും. ഇവിടെ നിന്ന് കോയമ്പത്തൂർക്ക് ഒരു 30 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉണ്ടാകുക. അതേപോലെ പൊള്ളാച്ചിക്കും ഒരു 30 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാകും. സോ കോയമ്പത്തൂരായിട്ട് ബന്ധപ്പെട്ട് പോയിട്ട് വരുന്ന ആൾക്കാർക്ക് ഈ പ്രോപ്പർട്ടി ബെസ്റ്റാണ്. ഇവിടെ നിന്ന് ഒരു 1/2 മണിക്കൂർ മതി ധാരാളം കോയമ്പത്തൂർക്ക് എത്താനായിട്ട്. സോ ഇത് വന്നിട്ട് പാലക്കാട്ടിൽ നിന്ന് കോയമ്പത്തൂർ പോകുന്ന വഴിയിൽ ഇടയിൽ എന്നതും കൂടി നമുക്കൊന്ന് പറയാൻ പറ്റും. മേനോൻപാറ ഭാഗത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ നമ്മളുടെ ഈ മേനോൻപാറൻ്റെ തൊട്ട് അപ്പുറത്താണ് കഞ്ചിക്കോടൊക്കെ ഉള്ളത്. ഈ കഞ്ചിക്കോട് മേഖലയിൽ ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. BEML ഉണ്ട്, അതേപോലെ വന്നിട്ട് കിൻഫ്രൈ ഉണ്ട്. ഇതേമാതിരി വലിയ കമ്പനികൾ ധാരാളം ഉള്ളതാണ്. സോ ഈ കമ്പനികളായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഈ പ്രോപ്പർട്ടി ഒന്നും കൂടി ബെറ്റർ ഓപ്ഷനായിരിക്കും. അതുമാത്രമല്ല ഹഗല്യ ഹോസ്പിറ്റലൊക്കെ വളരെ അടുത്തായിട്ടാണ് ഉള്ളത്. ഇവിടെ നിന്ന് ഒരു 3-3.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അത്താണി ഹോസ്പിറ്റലൊക്കെ ഉള്ളത്. ഇങ്ങനെ ഈ ഹോസ്പിറ്റലായിട്ടോ അല്ലെങ്കിൽ അഗല്യ കോളേജായിട്ടോ ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഈ പ്രോപ്പർട്ടി ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ നമ്മളുടെ ഈ പ്രോപ്പർട്ടിൻ്റെ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് വന്നിട്ട് 48 lakhs ആണ്, 48 ലക്ഷം രൂപ. ഇനി നേരെ ഇടിയായിട്ട് ഓണറായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ പ്രൈസ് ഒന്ന് ചെറുതായിട്ട് നെഗോഷ്യബിളും കൂടി വരും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രോപ്പർട്ടി എടുക്കുക എന്ന താല്പര്യമുള്ള വ്യക്തികൾ താഴെ കാണുന്ന നമ്പർ വിളിക്കുക. ഞാൻ ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. നിങ്ങളുടെ ഇടപാടുകൾ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് നമ്മുടെ ICICI ബാങ്കിൽ ഏകദേശം ഒരു 15 ലക്ഷം ലോൺ ഉണ്ട്. ലോൺ വേണമെന്നുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് ലോൺ അങ്ങോട്ട് മാറ്റി തരാനും കഴിയും. അല്ലാതെ നമുക്ക് വന്നിട്ട് വേറെ വകയിൽ എടുക്കാനും പറ്റും. അപ്പോൾ ഈ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുള്ള വിളിക്കുക. നന്ദി, നമസ്കാരം.